ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനത്തിൽ സുവർണ നേട്ടം സ്വന്തമാക്കിയ ഒമാനിലെ മബേല ഇന്ത്യൻ സ്കൂൾ 2000-ലധികം വിദ്യാർത്ഥികൾ അണിനിരന്ന നൃത്ത സംഗീത ചിത്രകലകളുടെ അവതരണത്തിലൂടെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്കൂൾ ഇടം നേടി. ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് മുഖ്യ അതിഥിയായിരുന്നു. അൽ മബേല ഇന്ത്യൻ സ്കൂളിലെ KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള 2000-ലധികം വിദ്യാർത്ഥികൾ അണിനിരന്ന് അവതരിപ്പിച്ച സംഗീതം, നൃത്തം, കല എന്നിവയുടെ സാംസ്കാരിക സമന്വയം. വിസ്മയത്തിന്റെ ഈ കാഴ്ചയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയത്. ജമ്മു കാശ്മീരിന്റെ സ്വന്തം കലാരൂപമായ റൌഫ് മുതൽ കേരളത്തിലെ മോഹിനിയാട്ടം വരെയുള്ള 15ഓളം സംസ്ഥാനങ്ങളിലെ നൃത്തരൂപങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾ തന്നെയാണ് തത്സമയ ഗാനങ്ങളും അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച 15ഓളം ദേശീയ നേതാക്കളുടെ ഛായാചിത്രങ്ങൾ വിദ്യാർത്ഥികൾ മൈതാനത്തിൽ പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പരിശ്രമം പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചതായി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ വിധികർത്താവ് അരവിന്ദർ സിംഗ് ഭാട്ടി അറിയിച്ചു. ഒമാനിലെ 7 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അണിനിരന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. Dear children, in 78 years as an independent nation, India has taken determined strides to reclaim its status in the global community. ഇന്ത്യൻ സ്ഥാനപതിയുടെ പത്നി ദിവ്യ നാരംഗ്, ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ജയപാൽ ദത്തെ, ഡോക്ടർ ശിവകുമാർ മാണിക്കം, സയ്യിദ് സൽമാൻ, കൃഷ്ണേന്ദു, വിനോബ MP, ഷമീം ഹുസൈൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.